നമസ്കാരം. കേരളത്തിലെ ബി.ജെ.പിയിൽ വലിയ പൊട്ടിത്തെറി. ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെ തന്നെ പ്രമുഖ നേതാക്കളെ ഒഴിവാക്കിയതിൽ കടുത്ത പ്രതിഷേധം. കുമ്മനം രാജശേഖരൻ മുതൽ PS ശ്രീധരൻ പിള്ള വരെയുള്ള നിരവധി നേതാക്കൾക്ക് സീറ്റ് നിഷേധിച്ചതാണ് വിവാദത്തിന് തുടക്കം. പാർട്ടിക്ക് വേണ്ടി വർഷങ്ങളായി പ്രവർത്തിച്ച നേതാക്കളെ അവഗണിച്ച ഈ നീക്കം ബി.ജെ.പിയുടെ തിരഞ്ഞെടുപ്പ് സാധ്യതകളെ ബാധിക്കുമോ? പ്രവർത്തക മനോഭാവത്തിൽ ഇതുണ്ടാക്കുന്ന ആഘാതം എത്രത്തോളം? കേരള രാഷ്ട്രീയത്തിൽ ഈ നീക്കം പുതിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമോ? വിശദമായി നോക്കാം. കേരളത്തിലെ ബി.ജെ.പിയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെ പാർട്ടിക്കുള്ളിൽ ഉയർന്ന അസന്തോഷം ഇപ്പോൾ തുറന്ന കലഹത്തിന്റെ രൂപത്തിലേക്ക് നീങ്ങുന്നു എന്നത് രാഷ്ട്രീയ നിരീക്ഷകർ ഗൗരവത്തോടെ കാണുകയാണ്. സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളായ കുമ്മനം രാജശേഖരൻ, PS ശ്രീധരൻ പിള്ള, MD രമേശ്, V ഗോപാലകൃഷ്ണൻ, JR പത്മകുമാർ, A നാഗേഷ്, ജിജി ജോസഫ് തുടങ്ങിയവർക്ക് സീറ്റ് നിഷേധിച്ചതാണ് ഈ അസന്തോഷത്തിന്റെ കേന്ദ്ര കാരണം. പാർട്ടിയുടെ സംസ്ഥാനതല രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ദീർഘകാലം നിർണായക പങ്കുവഹിച്ച നേതാക്കളെ ഒഴിവാക്കിയതിലൂടെ ബി.ജെ.പിയുടെ തിരഞ്ഞെടുപ്പ് സാധ്യതകൾക്ക് തിരിച്ചടി ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ബി.ജെ.പിയുടെ കേരളത്തിലെ വളർച്ചയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മുകളിൽ പറഞ്ഞ നേതാക്കൾക്കുള്ള സംഭാവന വളരെ വലുതാണ്. കുമ്മനം രാജശേഖരൻ കേരളത്തിൽ RSS പശ്ചാത്തലത്തിൽ നിന്നുയർന്ന ശക്തനായ സംഘടനാ നേതാവാണ്. മിസോറാം ഗവർണറായും സംസ്ഥാന അധ്യക്ഷനായും പ്രവർത്തിച്ച അദ്ദേഹം പാർട്ടിയുടെ വ്യാപനത്തിനും അടിസ്ഥാന ശക്തി വർദ്ധിപ്പിക്കുന്നതിനും പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ്. ഗ്രാസ് റൂട്ട് തലത്തിൽ പ്രവർത്തകരെ സജ്ജമാക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് നിർണായകമായിരുന്നു. PS ശ്രീധരൻ പിള്ള നിയമരംഗത്തും രാഷ്ട്രീയ രംഗത്തും സമാനമായി സജീവമായ വ്യക്തിയാണ്. പാർട്ടിയുടെ ആശയ പ്രചരണത്തിലും ബൗദ്ധിക രാഷ്ട്രീയ നിലപാടുകൾ അവതരിപ്പിക്കുന്നതിലും അദ്ദേഹത്തിന്റെ സംഭാവന ശ്രദ്ധേയമാണ്. സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോൾ പാർട്ടിയെ കൂടുതൽ സുസംഘടിതമാക്കാൻ ശ്രമിച്ച നേതാവാണ് അദ്ദേഹം. MD രമേശ്, V ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ ദീർഘകാലം പാർട്ടിയുടെ പ്രവർത്തന രംഗത്ത് അഹോരാത്രം പ്രവർത്തിച്ച സംഘടനാ പ്രവർത്തകരാണ്. പാർട്ടിയുടെ ജനപിന്തുണ വർദ്ധിപ്പിക്കാൻ പ്രാദേശിക തലങ്ങളിൽ നടത്തിയ പ്രചരണ പ്രവർത്തനങ്ങൾ ഇവരുടെ ശക്തിയാണ്. JR പത്മകുമാർ, A നാഗേഷ്, ജിജി ജോസഫ് എന്നിവരും രണ്ടാം നിര നേതാക്കളായിരുന്നുവെങ്കിലും വിവിധ മണ്ഡലങ്ങളിൽ പാർട്ടിയുടെ അടിത്തറ ഉറപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. ഇത്തരത്തിലുള്ള നേതാക്കളെ ഒരുമിച്ച് ഒഴിവാക്കിയത് ഒരു സാധാരണ സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പ് പ്രശ്നം എന്നതിലുപരി സംഘടനാപരമായ അസന്തുലിതാവസ്ഥയുടെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. ബി.ജെ.പി കേന്ദ്ര നേതൃത്വം പുതുമുഖങ്ങൾക്കും വിജയസാധ്യത കൂടുതലുള്ള സ്ഥാനാർത്ഥികൾക്കും മുൻഗണന നൽകിയതാകാമെന്ന് ചിലർ വിലയിരുത്തുന്നു. എന്നാൽ സംഘടനയുടെ ആത്മാവായിരുന്ന നേതാക്കളെ അവഗണിക്കുന്നത് പ്രവർത്തക മനോഭാവത്തെ ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ്. കേരളത്തിൽ ബി.ജെ.പിക്ക് ഇപ്പോഴും ശക്തമായ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഓരോ നേതാവിന്റെയും വ്യക്തിപരമായ സ്വാധീനം വളരെ പ്രധാനമാണ്. ഇത്തരത്തിലുള്ള നേതാക്കൾക്ക് സീറ്റ് നിഷേധിക്കപ്പെടുമ്പോൾ അവരുടെ പിന്തുണയുള്ള പ്രവർത്തകർ നിർജീവരാകാനുള്ള സാധ്യതയുണ്ട്. അത് നേരിട്ട് വോട്ടുകളെ ബാധിക്കാം. കേരളത്തിലെ രാഷ്ട്രീയ മത്സരം പരമ്പരാഗതമായി LDF-ഉം UDF-ഉം തമ്മിലാണ് നടക്കുന്നത്. ബി.ജെ.പി മൂന്നാം ശക്തിയായി നിലകൊള്ളുമ്പോഴും വിജയത്തിന് ആവശ്യമായ ഏകോപിത പ്രവർത്തനം അനിവാര്യമാണ്. ഇത്തരത്തിലുള്ള ആഭ്യന്തര അസന്തോഷം തിരഞ്ഞെടുപ്പ് സമയത്ത് പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ അത് പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് ബി.ജെ.പിയുടെ വോട്ട് വർധനവിൽ പ്രധാന പങ്ക് വഹിച്ച നേതാക്കളെ ഒഴിവാക്കുന്നത് പ്രവർത്തിച്ചാലും ഫലം ലഭിക്കില്ല എന്ന സന്ദേശം അടിത്തറയിലെ പ്രവർത്തകർക്ക് നൽകാനിടയുണ്ട്. ഇത് ഭാവിയിലെ സംഘടനാ വളർച്ചയ്ക്കും തിരിച്ചടിയാകും. അതേസമയം പാർട്ടി പുതുമുഖങ്ങൾക്ക് അവസരം നൽകുന്നതിലൂടെ ഒരു പുതിയ രാഷ്ട്രീയ സന്ദേശം നൽകാൻ ശ്രമിക്കുന്നതായും വിലയിരുത്തലുകൾ പുറത്തുവരുന്നുണ്ട്. യുവജനങ്ങളെയും പുതിയ സാമൂഹിക വിഭാഗങ്ങളെയും ആകർഷിക്കാൻ ഈ നീക്കം സഹായകരമാകാമെന്ന് ചിലർ വിലയിരുത്തുന്നു. പക്ഷെ അതിനൊപ്പം പഴയ നേതാക്കളെ മാന്യമായി ഉൾപ്പെടുത്താത്തത് ഒരു വലിയ തന്ത്രപരമായ പിഴമായി മാറാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയത്തിൽ സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പ് എല്ലായ്പ്പോഴും വിവാദങ്ങൾക്ക് ഇടയാക്കാറുണ്ട്. എന്നാൽ ഇവിടെ ശ്രദ്ധേയമായത് ഒരേ സമയം നിരവധി പ്രമുഖരെയും സംഘടനാ പ്രവർത്തകരെയും ഒഴിവാക്കിയതാണ്. ഇത് വ്യക്തിപരമായ അവഗണനയായി കാണപ്പെടാനാണ് സാധ്യത കൂടുതൽ. രാഷ്ട്രീയത്തിൽ പ്രതിഫലം ലഭിക്കണമെന്ന പ്രതീക്ഷയാണ് പ്രവർത്തകരെ പ്രേരിപ്പിക്കുന്നത്. അതിന് വീഴ്ച വന്നാൽ അത് അസന്തോഷമായി തന്നെ മാറും. ഇവരെ മുഴുവൻ ഒഴിവാക്കുന്നതിന് പകരം ചിലരെയെങ്കിലും മത്സര രംഗത്ത് ഇറക്കിയിരുന്നെങ്കിൽ പാർട്ടിക്കുള്ളിൽ ഐക്യം നിലനിർത്താനാകുമായിരുന്നു. അതിനാൽ തന്നെ ഈ തീരുമാനം തന്ത്രപരമായി പൂർണ്ണമായി ശരിയാണെന്ന് പറയാൻ കഴിയില്ല. എന്താകും ഇനി ബി.ജെ.പിയിലെ പൊട്ടിത്തെറിയുടെ ബാക്കി ഭാഗമെന്ന് കാത്തിരുന്നു തന്നെ കാണേണ്ടതാണ്.